എന്റെ പാരന്റ്സ് ഒക്കെ നഷ്ടപ്പെട്ടു. എന്റെ അപ്പച്ചനും അമ്മച്ചിയൊന്നും ഇല്ല ഇപ്പോ. അവരൊക്കെ ഇപ്പോ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അവരുടെ അനുഗ്രഹം ഉണ്ടാവും ഓഫ് കോഴ്സ്. ഒരു ഇന്റർവ്യൂക്കിടയിൽ നടി ബീന ആന്റണി തന്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ ഓർത്ത് വിതുമ്പി കരുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ കാണാനിടയായി. ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന ചില കമന്റുകളാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഞാൻ ആദ്യം ഫേസ്ബുക്കിൽ കളിക്കുന്ന ആ ഇന്റർവ്യൂവിന്റെ ട്രിം ചെയ്ത ഭാഗം ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. എന്റെ പാരന്റ്സ് ഒക്കെ നഷ്ടപ്പെട്ടു. എന്റെ അപ്പച്ചനും അമ്മച്ചിയൊന്നും ഇല്ല ഇപ്പോ. അവരൊക്കെ ഇപ്പോ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അവരുടെ അനുഗ്രഹം ഉണ്ടാവും ഓഫ് കോഴ്സ്. തീർച്ചയായും. മരിച്ചു പോയെങ്കിലും രണ്ടുപേരും ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഇറങ്ങുമ്പോഴൊക്കെ അവരെ നോക്കി പ്രാർത്ഥിക്കും. അത് തന്നെയാന്ന് ഞാൻ വിചാരിക്കുന്നത്. അവരുടെ അനുഗ്രഹം. പിന്നെ എന്നെ സ്നേഹിക്കുന്നവര് ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര്. അവരുടെയൊക്കെ പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് കിട്ടിയത്. ഓക്കെ, കണ്ടല്ലോ. ഈ വീഡിയോ കണ്ട പലർക്കും ബീന ആന്റണിയുടെ കരച്ചിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതാണ് പ്രശ്നം. പക്ഷെ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ ട്രിം ചെയ്ത വീഡിയോക്ക് താഴെ വന്ന ചില കമന്റുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇതിപ്പോ അഭിനയം പോലെ ആയിപ്പോയല്ലോ ദൈവമേ. അത് ശരി, ഒരു മകൾ സ്വന്തം മാതാപിതാക്കളെ ഓർത്ത് കരുന്നത് എങ്ങനെയാണ് അഭിനയമായി മാറുന്നത്? അങ്ങനെ അഭിനയിക്കേണ്ട ആവശ്യം എന്താണ് ഇവർക്ക്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാണ്. നിങ്ങൾ ഈ ഇന്റർവ്യൂ മുഴുവനും കണ്ടിട്ടാണ് ഇങ്ങനെ കമന്റ് ചെയ്യുന്നത്. മാതാപിതാക്കളെ ഓർത്ത് കരയുന്നതിന് മുമ്പ് ബീന ആന്റണി എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയോ? ഉണ്ടാവില്ല. അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കമന്റ് ചെയ്യില്ലായിരുന്നു. ഈ കരച്ചിലിന് പിറകിൽ കൃത്യമായ കാരണമുണ്ട്. എന്തായാലും ഞാൻ ഇതിന്റെ മുഴുവൻ വീഡിയോ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. ഇതിലിപ്പോ ഈ നെഗറ്റീവ് ക്യാരക്ടർ എന്ന് നമ്മൾ എടുത്തെടുത്ത് പറയുന്നുണ്ടെങ്കിലും ചേച്ചി ഭയങ്കര ആഗ്രഹിച്ച ഒരു ക്യാരക്ടർ ആണ് എന്നുള്ളത് നമ്മളിങ്ങനെ കേട്ടു. ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങളായിട്ട് മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥനയോടെ കൊണ്ട് നടന്ന സീനെങ്കിലും എനിക്കൊന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റിയ ഒരു സീൻ എനിക്കൊന്ന് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹമാണ്. അത് ക്യാരക്ടർ എന്തും ആയിക്കോട്ടെ, എനിക്കൊരു സീൻ ചെയ്തിട്ട് അത് ഇതുപോലെ ആളുകൾ പറയണം, എടുത്തിങ്ങനെ എന്നെ പറയുകയും വിളിക്കുകയും. അതാണ് എനിക്ക് ദൈവം നടത്തി തന്നത്. ശരിക്കും നമ്മള് ആക്ച്വലി ഈ ഒരു മൂവിയില് നെഗറ്റീവ് സീൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പറയുന്നുണ്ടെങ്കിലും നമുക്കത് പറയാൻ താല്പര്യമില്ല. കാരണം നമ്മളൊരു ഫാമിലി മെമ്പറാണ് ശരിക്കും ബീന ചേച്ചി. നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ചേച്ചിനെ വിളിക്കുന്നുണ്ട്, നമ്മളായിട്ട് ഇതുപോലെ ഒന്ന് സംസാരിക്കാൻ ഒരു അവസരം തരും. ഞാൻ അവനടുത്ത് ഒരു ഇത് കൊടുത്തിരിക്കുന്നു. എന്നെ കുറെ നാളായിട്ട് അപ്പൂസ് വിളിച്ചോണ്ടിരിക്കണേ, മോനേടാ വെയിറ്റ് ചെയ്യ് നമ്മുടെ നല്ലൊരു സംഭവം വരുന്നുണ്ട്, എന്നിട്ട് നമുക്ക് ഇത് സംസാരിക്കാം. ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര സന്തോഷം. കാരണം നമ്മളെ ഫാമിലിയിലേക്ക് ചേച്ചി വീണ്ടും ഒരു ഇന്റർവ്യൂ ആയിട്ട് വരുമ്പോ ചേച്ചിയുടെ ലൈഫിലെ ഒരു എന്താ പറയാ, ബീന ആന്റണി ഇനി മുതൽ ഈ പറയുന്ന പോലെ ഷംനാത്തയായിട്ട് അറിയപ്പെടുന്ന ഒരു നിമിഷത്തിലാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. വലിയ ലക്കാണ് മോളെ. എനിക്കത് എത്ര നന്ദി പറഞ്ഞാലും ഗണപതിയോടും ചിദംബരത്തിനോടും ദൈവത്തോടും എൻ്റെ പാരൻസിനോടും എല്ലാം ഇത് പറയുമ്പോൾ സങ്കടം വരും. ഭയങ്കര എന്താ പറയാ, അതൊരു ലൈഫിൽ ഞാൻ ഒരുപാട് എനിക്ക് ആഗ്രഹിച്ചിട്ട് കിട്ടിയത്. ശരിക്കും ഞാനതിന് ആരോടൊക്കെയോ കടപ്പെട്ടിരിക്കുന്നു. ശരിക്കും എന്റെ പാരന്റ്സ് ഒക്കെ നഷ്ടപ്പെട്ടു. ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് അവർ കരിഞ്ഞു പോയതെന്ന്. വെറുതെ അങ്ങോട്ട് പാരന്റ്സിനെ ആലോചിച്ച് കരിഞ്ഞതല്ല. റീസെന്റ് ഇറങ്ങിയ ബാലൻ എന്ന് പറയുന്ന സിനിമയിൽ ബീന ആന്റണിക്ക് നല്ലൊരു വേഷം കിട്ടി. ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാക്കും ഷംനാത്ത എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അടിപൊളി അസാധ്യമായിട്ടാണ് അവർ ആ ക്യാരക്ടർ ചെയ്തത്. ഒരുപാട് കാലമായി ആഗ്രഹിച്ച് കിട്ടിയൊരു വേഷമാണത്. അത് കാണാൻ തന്നെ മാതാപിതാക്കൾ ഇല്ലാതെ പോയല്ലോ എന്ന് ഓർത്താണ് അവർ കരിഞ്ഞത്. ഈ ബീന ആന്റണി എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് സുപരിചിതമായിട്ടുള്ള ഒരു മുഖം തന്നെയാണ്. എത്രയോ വർഷമായി സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും ഒക്കെ നമ്മൾ അവരെ കാണുന്നുണ്ട്. പക്ഷെ എന്നൊന്നും ഓർത്തിരിക്കാൻ പറ്റിയൊരു കഥാപാത്രം അവർക്ക് ഇന്നേ വരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാലനിലേക്ക് വിളി വരുന്നതും നല്ലൊരു വേഷം ചെയ്യാൻ കഴിയുന്നതും. ആ വേഷമാണ് ഷംനാത്ത എന്ന് പറയുന്ന ഒരു കഥാപാത്രം. സിനിമ ഇറങ്ങിയതിനു ശേഷം അത്യാവശ്യം നല്ല അഭിപ്രായമായിരുന്നു ബീന ആന്റണിയുടെ ആ കഥാപാത്രത്തിന് കിട്ടിയത്. അതിന്റെ സന്തോഷത്തിലാണ് അവർ. ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മൊമെന്റ് ആണ് ഇത്. അങ്ങനെ ഒരു മൊമെന്റിൽ തന്റെ അച്ഛനും അമ്മയും തന്റെ കൂടെ ഇല്ലാതായി പോയല്ലോ എന്ന് ഓർത്ത് അവർ വിതുമ്പിയതിൽ എന്താണ് തെറ്റ്? ഇങ്ങനെ ഒരു കഥാപാത്രം അവർ എത്രത്തോളം ആഗ്രഹിച്ചിരുന്നു എന്നും സിനിമ ഇറങ്ങി അപ്രിസിയേഷൻ കിട്ടിയതോടെ അവർ എത്രത്തോളം സന്തോഷിക്കുന്നുണ്ട് എന്നും ഇന്റർവ്യൂവിനെ തുടർ ഭാഗം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ അതൊന്ന് പ്ലേ ചെയ്യാം.
എൻ്റെ അപ്പച്ചനും അമ്മച്ചിയൊന്നും ഇല്ല ഇപ്പോ. അവരൊക്കെ ഇപ്പോ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അവരുടെ അനുഗ്രഹം ഉണ്ടാവും ഓഫ് കോഴ്സ്. തീർച്ചയായും. മരിച്ചു പോയെങ്കിലും രണ്ടുപേരും ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഇറങ്ങുമ്പോഴൊക്കെ അവരെ നോക്കി പ്രാർത്ഥിക്കും. ആ, അത് തന്നെയാന്ന് ഞാൻ വിചാരിക്കുന്നത്. അവരുടെ അനുഗ്രഹം. പിന്നെ എന്നെ സ്നേഹിക്കുന്നവര് ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര്. അവരുടെയൊക്കെ പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് കിട്ടി അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടി. കൊതിച്ചിരുന്നു ഞാൻ ഒരുപാട്. കാരണം എൻ്റെ ടിവിയില് നമ്മളിനി എത്ര ഒരു ഇതില് അഭിനയിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിലൊരു എന്താ പറയാ ഒരു ഇനിയൊരു കാലഘട്ടം നമ്മളെ ഓർക്കണമെങ്കിൽ സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിരിക്കണം. അപ്പൊ അത് എനിക്ക് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും. ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു 10-40 കുറെ ക്യാരക്ടേഴ്സ്. ഫിലിംസോളം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ, അതൊന്നും ഇങ്ങനെ ഇത് പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ എടുത്ത് പറഞ്ഞോ അങ്ങനെ ഒന്നും പറയാൻ നമുക്ക് ഉള്ള ഇതില്ലായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ശരിക്കും ദൈവം തന്നത് എൻ്റെ മരിച്ചുപോയ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും അവരുടെ ആത്മാവിൻ്റെ അനുഗ്രഹം, എൻ്റെ ഒരുപാട് സ്നേഹിക്കുന്നവർ, അങ്ങനെയൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥനയും എൻ്റെ പിന്നെ ഭയങ്കരമായ ആഗ്രഹം അതൊക്കെയാണ് ഇപ്പൊ ഈ ഒരു ക്യാരക്ടറിലൂടെ ശരിക്കും ഫുൾഫിൽ ആയത്. മാനിഫെസ്റ്റേഷൻ. എൻ്റെ മോൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ മോൻ കണ്ണന് എൻ്റെ ഒരു പടത്തിൽ ഇങ്ങനെ ഫിലിമിൽ അഭിനയിച്ച് കാണുന്നത്. അവനോട് എപ്പോഴും റിക്വസ്റ്റ് ചെയ്യും, അമ്മ ഒരു പടം അഭിനയിക്ക്, അമ്മ ഒരു പടം. അങ്ങനെയൊക്കെയാണ് ഇത് സംഭവിച്ചത് ആക്ച്വലി. അത് പക്ഷെ ഇത്രയ്ക്കും എന്നെ സംസാരിക്കുന്ന രീതിയിലാവുന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വിചാരിച്ചില്ല. സത്യം. അത്രയും അപ്രിസിയേഷനും കണ്ടവരെയൊക്കെ തന്നെ അറിയാത്തവരും എത്രയോ ആളുകളാണ് എനിക്ക് ഇൻസ്റ്റയിലും ഒക്കെ ആയിട്ട് പറയുന്നതും വാട്സപ്പിലും ഇഷ്ടംപോലെ. അതെന്നെ ഒരുപാട് മനസ്സ് നിറഞ്ഞ് നന്ദി എല്ലാവരോടും. കണ്ടില്ലേ, ബീന ആന്റണി അവരുടെ ജെന്യൂൻ ആയിട്ടുള്ള ദുഃഖവും സന്തോഷവും ഒക്കെ തന്നെയാണ് പ്രേക്ഷകരുടെ മുന്നിൽ വന്ന് പറഞ്ഞത്. പക്ഷെ ആളുകൾക്ക് അത് അഭിനയമായി തോന്നിയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മിക്കവാറും നമ്മൾ ആദ്യം പ്ലേ ചെയ്ത ഇന്റർവ്യൂവിന്റെ ചെറിയൊരു ഭാഗം കണ്ടതുകൊണ്ടായിരിക്കണം ആളുകൾ അങ്ങനെ കമന്റ് ചെയ്തതെന്ന് തോന്നുന്നു. ഇപ്പൊ ആ കരച്ചിലിന് പിറകിൽ യഥാർത്ഥ കാരണം വ്യക്തമായില്ലേ. ഇതാണ് പറയുന്നത് തോക്കിന്റെ ഇടയിൽ കയറി വെടി വെക്കാൻ നിൽക്കരുതെന്ന്. ഒരു കാര്യം മുഴുവനായിട്ട് മനസ്സിലാക്കാതെ വെറുതെ കയറി അഭിപ്രായം പറയാൻ നിൽക്കരുത്. എത്ര മോശം കമന്റുകളാണെന്ന് അറിയോ ആളുകൾ ഈ ഫേസ്ബുക്ക് വീഡിയോക്ക് താഴെ എഴുതി വെച്ചിട്ടുള്ളത്. അമ്മയും അച്ഛനെയും ഓർത്ത് ഒരു മകൾ വിതുമ്പുന്നത് കണ്ട് ആളുകൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചില കമന്റുകൾ ഞാൻ വായിച്ചുതരാം. പാരന്റ്സ് നഷ്ടപ്പെട്ട ആദ്യത്തെ വ്യക്തി ഒന്ന് പോ പെണ്ണും പിള്ളേ. അതെന്താ, ആദ്യത്തെ വ്യക്തിയാണെങ്കിലും അവസാനത്തെ വ്യക്തിയാണെങ്കിലും പാരന്റ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ കരയാൻ പാടില്ല എന്നുണ്ടോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാണ്. സിനിമയിൽ നല്ലൊരു വേഷം കിട്ടി, അതെല്ലാവരും അപ്രിഷിയേറ്റ് ചെയ്തു. ആ ഒരു സന്തോഷവും അത് കാണാൻ മാതാപിതാക്കൾ ഇല്ലാത്തതിന്റെ ദുഃഖവും അങ്ങനെ എല്ലാം കൂടി ചേർന്ന ഒരു സമ്മിശ്ര വികാരത്തിൽ നിൽക്കുന്ന സമയത്ത് അവരൊന്ന് വിതുമ്പിപ്പോയി. അതിലെങ്ങനെയൊക്കെ ജഡ്ജ് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മരിച്ചുപോയ മാതാപിതാക്കളെ ഓർത്ത് കരുന്ന ലോകത്തിലെ ആദ്യത്തെ വ്യക്തിയൊന്നുമല്ല ബീന ആന്റണി. മനുഷ്യന്മാരായ കരഞ്ഞു പോകും. പിന്നെ ഈ കമന്റ് ഇട്ട മൃഗങ്ങളുടെ കാര്യം എനിക്കറിയില്ല. ഇനി അടുത്ത കമന്റ് ഒന്ന് വായിച്ചു നോക്കാം. വെറുപ്പിക്കാതെ പോയി പണി നോക്ക്. നിങ്ങളാണ് ശരിക്കും വെറുപ്പിക്കുന്നത് സുഹൃത്തെ. അത് ആദ്യം ഒന്ന് തിരിച്ചറിയൂ. ആ തിരിച്ചറിവുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്ത വായിച്ചു നോക്കാം. അച്ചോടാ എനിക്ക് സങ്കടം, നല്ല അഭിനയം, എല്ലാവരുടെയും പാരന്റ്സ് നഷ്ടപ്പെടും, എന്താ ചെയ്യുക? എന്താന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും പാരന്റ്സ് നഷ്ടപ്പെടുമ്പോൾ അവർ ദുഃഖിക്കും. പിന്നീട് പല അവസരങ്ങളിലും ഇതൊന്നും കാണാൻ എന്റെ അച്ഛനും അമ്മയും ഉണ്ടായില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖം വരും. ഈ കമന്റ് ഇട്ട വ്യക്തിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സ്വന്തം പാരന്റ്സിനെ നഷ്ടപ്പെടുമ്പോൾ ഇതൊക്കെ എന്ത്, എല്ലാവരുടെയും പാരന്റ്സ് നഷ്ടപ്പെടും, എന്റെയും നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് കൈകൊട്ടി ചിരിക്കുമായിരിക്കും അല്ലെ. അല്ലാതെ ഇപ്പൊ എന്താ അവരോടൊക്കെ പറയാ? ഇനിയുമുണ്ട് ഒരുപാട് കമന്റ്സ്. ഞാൻ എല്ലാം കൂടി ഒന്ന് ഓടിച്ച് വായിച്ചു തരാം. അല്ലാതെ എല്ലാത്തിനും മറുപടി കൊടുക്കാൻ നിന്ന് അതിനെ സമയം കാണും. ഓവർ ആക്കല്ലേ. ക്യാമറക്ക് മുന്നിൽ അഭിനയിക്കുന്ന സീൻ പോലെയാണല്ലോ കരയുന്നത്. ലിപ്സ്റ്റിക് കുറച്ച് കൂടി ആവാമായിരുന്നു. ഭയങ്കര അഭിനയം. തെക്കൗട്ട് എടുക്കാൻ സമയമായി. ടിഷ്യൂ പേപ്പർ ഇല്ലാതെ നടക്കുന്ന നടി നടന്മാർ നാട്ടിൽ അങ്ങനെ ഒരുപാട് പേർ സാരിയിൽ കണ്ണീര് തുടയ്ക്കും. ടിഷ്യൂ ഉണ്ടോ? സിനിമയിൽ കിട്ടിയ സന്തോഷമാണ്. വെള്ളപ്പൊക്കത്തിൽ പോയതാണോ, സുനാമിയിൽ പോയതാണോ, ഉരുൾപൊട്ടലിൽ പോയതാണോ? കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ദുഃഖമാണ് സഹിക്കാൻ പറ്റാത്തത്. ആക്ടിങ് പോലെ ആയിപ്പോയി. എല്ലാവരുടെയും കാര്യം സെയിം അല്ലേ? ഒരാൾ കരയുമ്പോൾ ആദ്യമായിട്ടാണ് ചിരി വരുന്നത്. കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. ഒരാൾക്ക് സ്വന്തം അച്ഛനെയും അമ്മയും ഓർത്തൊന്ന് വിതുമ്പി കരയാൻ പോലും ഇവിടെ പറ്റില്ല എന്നർത്ഥം. ഇതിപ്പോ ബീന ആന്റണി വെറുതെ ഷോ ഇറക്കാൻ വേണ്ടി ഒരു വിഷയം സ്വയം ഉണ്ടാക്കി കരഞ്ഞതാണെങ്കിൽ പിന്നെയും ഓക്കെ, നമുക്ക് അവരെ വിമർശിക്കാമായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. ഒരു ഇന്റർവ്യൂക്കിടയിൽ പല കാര്യങ്ങളും പറഞ്ഞതിന്റെ കൂട്ടത്തിൽ അവർ സ്വന്തം മാതാപിതാക്കളെയും ഓർത്തു. അങ്ങനെ ഓർത്ത സമയത്ത് കരച്ചിൽ വന്നു, അത്രയേ ഉള്ളൂ. ആ കരച്ചിൽ കണ്ട സമയത്ത് ഇങ്ങനെ കുരു പൊട്ടിക്കേണ്ട ആവശ്യം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വല്ലാത്ത ജാതി മനുഷ്യന്മാരെന്നെ ഇഷ്ടം. ഒന്നും പറയാത്തതാണ് നല്ലത്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.